പത്മകുമാറും അതോടൊപ്പം തന്നെ വിജയകുമാറും ഒക്കെ ശരിക്കും കുറ്റക്കാരാണ് എന്ന് കരുതുന്നുണ്ടോ? പുള്ളിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് പുള്ളി സംസാരിക്കുന്ന കാര്യങ്ങൾക്കകത്തും ഒക്കെ ഒരുതരം ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടിരുന്ന ഒരാളാണ്. വളരെ ആത്മബലത്തോടു കൂടി തന്നെ നിന്ന ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിട്ട് വീണ്ടും റിമാൻഡ് ചെയ്തപ്പം അദ്ദേഹം അതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പം എല്ലാം അയ്യപ്പൻ നോക്കും എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് ഈശ്വരവിശ്വാസിയായി മാറി, അയ്യപ്പ ഭക്തനായി മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. പക്ഷേ പുള്ളിയുടെ ബോഡി ലാംഗ്വേജിനകത്തും ഒക്കെ ഒരു നിസ്സഹായത ഉണ്ടായിരുന്നു. അഴിമതി നടത്തിയവനെതിരെ നടപടിയുള്ളൂ. ശരിക്കും മുഖ്യമന്ത്രിക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഈ ക്യാബിനറ്റിനെ ലീഡ് ചെയ്യുന്ന ആളറിയണം അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്താണെന്നുള്ളത്. പക്ഷേ ഒരു ബോർഡിൻ്റെ കോർപ്പറേഷൻ്റെയോ തലപ്പത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടന്നാലും അതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനാണ് അതിൻ്റെ ഉത്തരവാദിയായിട്ട് എപ്പോഴും മുദ്ര കുത്തപ്പെടുന്നത്. ഈ അമ്പലങ്ങളിലെ ആചാരങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെട്ടോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ ഒരു ABCDയും പത്മകുമാർ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൊളിറ്റിക്കൽ നിയമനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമായത്. രാജമേ നമസ്കാരം. നമസ്കാരം. രാജമേ, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഈ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ള പത്മകുമാറും അതോടൊപ്പം തന്നെ വിജയകുമാറും ഒക്കെ ശരിക്കും കുറ്റക്കാരാണ് എന്ന് കരുതുന്നുണ്ടോ? 2-3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ ആദ്യം നമുക്കൊരു ഇന്നത്തെ പുള്ളിയുടെ ശരീരഭാഷ തുടക്കം തൊട്ടേ പുള്ളി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പും പുള്ളിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് പുള്ളി സംസാരിക്കുന്ന കാര്യങ്ങൾക്കകത്തും ഒക്കെ ഒരുതരം ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടിരുന്ന ഒരാളാണ്. വളരെ ആത്മബലത്തോടു കൂടി തന്നെ നിന്ന. ഇന്ന് പുള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഇന്നലെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിട്ട് വീണ്ടും റിമാൻഡ് ചെയ്തപ്പം അദ്ദേഹം അതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പം എല്ലാം അയ്യപ്പൻ നോക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും നിരീശ്വരവാദിയായ അങ്ങനെയുള്ള പത്മകുമാർ എന്തായിരുന്നാലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് ഈശ്വരവിശ്വാസിയായി മാറി, അയ്യപ്പ ഭക്തനായി മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. പക്ഷേ പുള്ളിയുടെ ബോഡി ലാംഗ്വേജിനകത്തും ഒക്കെ ഒരു നിസ്സഹായത ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അയാൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടവൻ്റെ ഭാഗത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരിത്, അല്ലാതെ ഗോഷ്ഠി കാണിക്കാനോ ആവശ്യമില്ലാത്തോ പറയാനോ ഒന്നും നിന്നില്ല. എന്നാൽ ചില സൂചനകൾ തരികയും ചെയ്തു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പം ലാവ്ലിൻ കേസെടുക്കാം. ലാവ്ലിൻ കേസെടുക്കുമ്പം ലാവ്ലിൻ കേസ് സത്യത്തിൽ വ്യക്തിപരമായി അഴിമതി നടത്തിയിട്ടില്ല പിണറായി വിജയൻ. സംഭവം മലബാർ ക്യാൻസർ സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള കനേഡിയൻ കമ്പനിയായിട്ടുള്ള ലാവ്ലിനോ ആക്കിയിട്ടുണ്ടായിട്ടുള്ള പ്രപ്പോസൽ വേണ്ട രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് സർക്കാർ ഖജനാവിന് നഷ്ടം ഉണ്ടാകുന്നുള്ളത്. പക്ഷേ അതൊരു കേരളം കണ്ട ഏറ്റവും മികച്ച വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു പിണറായി വിജയൻ എന്നുള്ളത് അതിന് ശേഷം വന്ന ജി കാർത്തികേയനും ആര്യാടൻ മുഹമ്മദും വരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഒരു മിസ്മാനേജ്മെൻ്റ് ഉണ്ടായി. കാരണം ഒരു ഡീലിനകത്ത് പോകുമ്പം ആ പ്രപ്പോസൽ പ്രൊജക്റ്റാക്കി വരുമ്പം അതിനകത്തെ എല്ലാ കണ്ടീഷൻസും കൃത്യമായിട്ട് അത് നടപ്പിലാവുന്നുണ്ടോ എന്നുള്ളതിനകത്തുള്ള സൂക്ഷ്മതക്കുറവുണ്ടായി. അതാണ് ഈ ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ ഇപ്പം AK ആൻ്റണി ഒരഴിമതി നടത്തിയിട്ടില്ല എന്ന് നമുക്കൊക്കെ ഉറപ്പുണ്ട്. പക്ഷേ AK ആൻ്റണിയുടെ മന്ത്രിസഭയ്ക്കകത്ത് ഒത്തിരി കള്ളന്മാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി വ്യക്തിപരമായ ഒരു അഴിമതി നടത്തിയത് ഞാൻ കിട്ടുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്കകത്ത് എന്തെല്ലാം നടന്നു. ഉമ്മൻചാണ്ടി പിന്നെ ജീവിതത്തിലെടുത്ത ഏറ്റവും തെറ്റായൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ളയെ അങ്ങ് ജയിലിൽ നിന്ന് എളുപ്പം റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പം മൻമോഹൻ സിംഗ് ഒരഴിമതിക്കാരനല്ല, സർദാർജി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വായി കൈയിട്ടാ കടിക്കാത്ത സാധനമാണ്. പക്ഷേ പുള്ളി ഇരിക്കുന്ന ആ ക്യാബിനറ്റിനകത്താണ് തമിഴ്നാട്ടിൽ നിന്ന് DMKയുടെ രാജി ഉണ്ടായിരുന്നത്. കനിമൊഴിയുമായിട്ടുള്ള ബന്ധത്തിലാണ് പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യപ്പെട്ടത് രാജി ഉണ്ടായിരുന്നത്. 2G സ്പെക്ട്രം അഴിമതി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട എക്കാലത്തെ ഏറ്റവും വലിയ കുംഭകോണങ്ങളിലൊന്നാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മന്ത്രിസഭയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ അഴിമതി നടത്തിയവനെതിരെ നടപടിയുള്ളൂ. ശരിക്കും മുഖ്യമന്ത്രിക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഈ ക്യാബിനറ്റിനെ ലീഡ് ചെയ്യുന്ന ആളറിയണം അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്താണെന്നുള്ളത്. അത് പലപ്പോഴും ഈ കൂട്ടുമുന്നണി സംവിധാനമൊക്കെ വരുമ്പോൾ അവരെ വകുപ്പിൽ കയറി കൈയിടാൻ അനുവദിക്കത്തില്ല. അതേസമയം CPMന് അതിൻ്റെതായ രീതിയുണ്ട്. കോൺഗ്രസിലും കരുണാകരനും ഉമ്മൻചാണ്ടിയും അത് കൃത്യമായിട്ട് പരമാവധി അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കകത്ത് വരുമ്പം നടപടികൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു ബോർഡിൻ്റെ കോർപ്പറേഷൻ്റെയോ തലപ്പത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടന്നാലും അതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനാണ് അതിൻ്റെ ഉത്തരവാദിയായിട്ട് എപ്പോഴും മുദ്ര കുത്തപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ തന്നെയാണ് മുദ്ര കുത്തപ്പെടേണ്ടത്. കാരണം ഇപ്പം നമ്മൾ ഒരു വില്ലേജ് ഓഫീസർക്ക് അവിടെയുള്ള വില്ലേജ് അസിസ്റ്റൻസ് എല്ലാം കൈക്കൂലി മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറാണ് നോക്കേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് ഡയറക്റ്റ് നിങ്ങൾ വന്നോണം, ആരും പൈസ വെച്ചാൽ കൊടുക്കാൻ നിൽക്കണ്ട എന്ന് പറയണം. ശരിക്കും കൈക്കൂലി മേടിക്കുന്നവരെ മാത്രമല്ല, കൈക്കൂലി മേടിക്കുന്നവരുടെ കൂടെ അവിടെ ഇരിക്കുന്നവർ എങ്ങനെയാലും അറിയാതിരിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ രീതിയിൽ ഉള്ള സാങ്കേതികമായിട്ടാണ് ഇതിനകത്ത് പത്മകുമാർ പ്രതിസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയ്ക്കകത്ത് ഒരു മാന്യതയും ഒരു നിസ്സഹായതയും ഉണ്ട് മുഖത്ത്. അത് അയ്യപ്പൻ നോക്കും എന്ന് പറഞ്ഞ് പോകുമ്പോഴും എന്നാലും ബോൾഡായിട്ട് തന്നെയാണ് പോകുന്നത്. ഈ അമ്പലങ്ങളിലെ ആചാരങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെട്ടോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ ഒരു ABCDയും പത്മകുമാർ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൊളിറ്റിക്കൽ നിയമനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമായത്. ആ മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ കൊണ്ടുവരണം.
ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ പോയിട്ട് വേറെ ആരെങ്കിലും ഏതെങ്കിലും CITUവിൻ്റെ നേതാവിനെയോ അല്ലെങ്കിൽ പിന്നെ INTUസിയുടെ നേതാവിനെയോ പ്ലാനിംഗ് ബോർഡിൽ ഇട്ടിട്ട് കാര്യമൊന്നും. അതായത് എനിക്കതിനകത്ത് തോന്നുന്നൊരു കാര്യം എന്നറിയോ, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പത്മകുമാർ ആണെങ്കിലും ഈ വിജയകുമാർ ആണെങ്കിലും ഈ ശിവശങ്കറൊക്കെ ആണെങ്കിലും ഇവർക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തന്ത്രി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അവിടെ ഉണ്ട്. ഈ തന്ത്രി പറയാതെ അവിടുന്ന് ഒരു ഇല പോലും അനങ്ങില്ല, അതാണ് സത്യം. അപ്പോൾ ഈ തന്ത്രി ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രസ്താവന ഈ പത്രമാധ്യമങ്ങൾക്ക് മുമ്പ് നടത്തി കഴിഞ്ഞാൽ അതിൽ ഇവർക്കുണ്ടാകുന്ന ഒരു നാണക്കേടുണ്ട്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയമിച്ചിട്ടുള്ള ഈ ദേവസ്വം ഭരണസമിതി ഏതെങ്കിലും തരത്തിൽ ഈ തന്ത്രിക്കെതിരായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഈ ഹിന്ദു വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറും. എൻ്റെ അഭിപ്രായത്തിൽ തന്ത്രി സംഭവമൊക്കെ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ താഴ്മൺ കുടുംബത്തിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും തീരെഴുതി കൊടുക്കേണ്ടതൊന്നല്ല ഇതൊന്നും. അതൊക്കെ പഴയ കാലത്തെ ആ ഒരു സവർണ മേധാവിത്വത്തിൻ്റെ കാലത്തുള്ള ആചാരമാണ്. ഇപ്പം നമ്മൾ ഏത് ജാതിപ്പെട്ടവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വസിക്കുന്ന ഒരു കാലത്ത് ഇതിൻ്റെയൊക്കെ ആ പേരവകാശം പിന്നെ നേരവകാശം അവർക്കങ്ങനെ തലമുറയായിട്ട് കൊടുക്കുമ്പം അതിനകത്ത് പുതിയതായിട്ട് വരുന്ന ആൾ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വരും, ഈ സ്ഥാനത്ത് വരും. പക്ഷേ ഇവൻ ചിലപ്പോൾ നിരീശ്വരവാദിയാണോ നമുക്കറിയാൻ പറ്റുമോ? ഇതൊരു നല്ല ജോബാണ്, ഇഷ്ടം പോലെ പൈസ കിട്ടുന്ന പരിപാടിയാണ്, അപ്പോൾ വലിയൊരു കീ പോസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സംവിധാനത്തിനകത്ത് തന്നെ മാറ്റം വരണം എന്നുള്ള അഭിപ്രായം എനിക്ക് അതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം KSRTCയുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഒരു CITക്കാരനെ പിടിച്ചിട്ട് എങ്ങനെ തകർക്കാമെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ പോസ്റ്റിലോട്ടും കീ പോസ്റ്റിലോട്ട് വരുന്ന ആളുകൾ അതിന് ഏബിളായിരിക്കണം എന്നുള്ളതാണ്. എന്ന് കണ്ട് ഒന്നാമത്തെ പിന്നെ നമ്മുടെ കേരള മന്ത്രിസഭയിലുണ്ടായിരുന്ന EMS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതുപോലെ ജോസഫ് മുണ്ടശ്ശേരിയെ പോലെയുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പും AR മോഹനെ പോലെയുള്ള ഡോക്ടർ AR മേനോനെ പിടിച്ചിട്ട് ആരോഗ്യ വകുപ്പും VR കൃഷ്ണയ്യരെ പിടിച്ച് പിന്നെ നിയമകാര്യ മന്ത്രിയും ഒക്കെ ആക്കിയതുപോലെ എല്ലാ കാലത്തും പ്രാവർത്തികമാവണമെന്നില്ല. അല്ലാതെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ IAS ഒക്കെ കഴിഞ്ഞ് വരുന്ന ഉദ്യോഗസ്ഥരെ എത്ര പെട്ടെന്ന് അവർ ഏത് വകുപ്പിൽ കൊണ്ടുപോയിട്ടാലും അവർ ജോലി ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ പുള്ളിയുടെ ഭാഗത്തൊരു കെയർലെസ് അതിനകത്ത് ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി ഇവരെയൊക്കെ വിശ്വസിച്ചങ്ങ് വിട്ടുകളഞ്ഞു. അതിനല്ല പുള്ളിയെ ഇരുത്തുന്നതെന്നുള്ളത് പുള്ളി ചിന്തിക്കണം. പുള്ളി കുറച്ചുകൂടി ഇതിനകത്ത് ജാഗ്രത കാണിക്കുകയും കൃത്യമായിട്ട്, കാരണം എല്ലാം ഓക്കെ എങ്ങനെയുണ്ട് അതെല്ലാം ഓക്കെ സാറേ എന്ന് പറയും. ഇത് കേട്ടിട്ട് പോകാൻ പാടില്ല. ഞാനിപ്പോൾ ഈ പത്മകുമാറിനെ കുറിച്ച് എനിക്ക് പത്മകുമാറുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമൊന്നുമില്ല. കാരണം ഇദ്ദേഹം 34 വർഷം 91 30-ാമത്തെ വയസ്സിൽ കോന്നി MLA ആയ ആളാണ്. മന്ത്രിയൊക്കെ ആവാനുള്ള യോഗ്യതയും കപ്പാസിറ്റിയൊക്കെ ഉള്ള ആളാണ്. അത് മാത്രമല്ല അദ്ദേഹം പിന്നീട് പാർട്ടിയിൽ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കൊന്നും പരിഗണിക്കപ്പെടാതിരുന്നതിലും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടാതിരുന്നതിലൊക്കെ ചെറിയ പരിഭവ നീരസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് പുള്ളി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അഴിമതി നടത്തണം എന്ന് ആലോചിച്ച് നടത്തി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ഒരാളുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ആൾ ആദ്യം തൊട്ടെടുക്കുന്ന ഒരു സുദൃഢമായിട്ടുള്ള ഒരു നിലപാടും ഉണ്ട്, നിശ്ചയദാർഢ്യവും ഉണ്ട്, അതിൽ നിന്ന് മനസ്സിലാവും. അല്ലാതെ ഞാൻ നിരപരാധിയായി എന്നെ പീഡിപ്പിച്ചു അങ്ങനൊന്നും പറയുന്നില്ല, ഒരു കാര്യങ്ങളും പറയുന്നില്ല. അത് എൻ്റെ വഴിക്ക് പോകട്ടെ അന്വേഷണം എന്നുള്ളിടത്താണ് പുള്ളി നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ CPM ഇപ്പോഴും പുള്ളിക്കെതിരെ നടപടി എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പം അവർക്കും അഗ്നിശുദ്ധി തിരിച്ചു വരാൻ, അതായത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റ് മിസ്മാനേജ്മെൻറ്റാ. കാരണം അത് കൃത്യമായിട്ട് അവിടെ എന്താ നടക്കുന്നത്, കാരണം അതിനാണല്ലോ പുള്ളിക്കും അലവൻസ് ഒക്കെ കൊടുത്തിട്ടേക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ പുള്ളി കക്കാനും പിടിക്കാനും ഈ പിന്നെ സ്വർണം കടത്താനും ഒന്നും പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളി അറിയാതെ അവിടെ എന്തൊക്കെയോ നടന്നു, പുള്ളി അലസനായിട്ട് നിന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഇതിനകത്തൊക്കെ വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നല്ല ഒരു മരക്കച്ചവടക്കാരനെ പിടിച്ച് വനം വികസന കോർപ്പറേഷൻ്റെ തലപ്പത്തെന്തുണ്ടാവും, മൊത്തം വെട്ടിക്കൊണ്ടുപോകും. അതെ, അങ്ങനെ ഈ ബോർഡുകളും കോർപ്പറേഷനുകളും ഒക്കെ കൈകാര്യം ചെയ്യുമ്പം അതാത് മേഖലയ്ക്കകത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ കപ്പാസിറ്റി ഉള്ള ഒരു മാനേജീരിയൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അതിന് പ്രാപ്തനായിട്ടുള്ള ആൾ, അങ്ങനെയുള്ള ആൾക്കാർ അവരെ ടേസ്റ്റ് കൂടെ നോക്കണം. അവർക്ക് താല്പര്യം ഇല്ലാത്തൊരു സാധനത്തെ കൊണ്ട് ഇട്ടിട്ടും കാര്യമില്ല. അത് ആ കാര്യത്തിനകത്ത് പിന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവ് വന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പത്മകുമാറിനെ ഒന്നും നിയമസഭയിലൊക്കെ നിർത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തെങ്കിലും പോസ്റ്റുകൾ കൊടുക്കുക എന്നല്ലാതെ അദ്ദേഹത്തെ ഏൽപ്പിക്കേണ്ട ഒരു പണിയായിരുന്നില്ല ഇത്. ഒന്നാമതേ സഖാക്കളാണ്, അമ്പലവും ഇതൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവരാണ്. പിന്നെ അമ്പലത്തിൽ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങൾ എങ്ങനെയാണെന്ന് പോലും ചിലപ്പോൾ പത്മകുമാറിന് അറിയത്തില്ല. അവിടെ ഇരിക്കേണ്ടത് അതുമായൊക്കെ ബന്ധപ്പെട്ട ഒരു വിശ്വാസിയുടെ ബാക്ക്ഗ്രൗണ്ടുള്ള, അതായത് ഈ അയ്യപ്പ സ്നേഹമുള്ള അല്ലെങ്കിൽ ശബരിമലയ്ക്കൊക്കെ സ്ഥിരം പോകുന്ന ഒരാളാണെങ്കിൽ പുള്ളിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, 4 ദിവസം കൊണ്ട് പഠിച്ചെടുക്കും. മറ്റേത് ഈ പുള്ളിക്ക് ഒരു ടേസ്റ്റും ഇല്ലാത്ത സ്ഥലത്താണ്, ഒരു താല്പര്യം ഉണ്ടാകത്തില്ല, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിലോ ആപ്റ്റിറ്റ്യൂഡിലോ രണ്ടിലും ഇത് വരുന്നില്ല. അപ്പോൾ പിന്നെ പുള്ളി എന്തായിരിക്കും, പുള്ളി വെറുതെ പോകും, അവിടെ നിന്ന് ചായം പ്രസിഡന്റാണ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച് വണ്ടിയിൽ നടക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ 34 വർഷം മുമ്പ് MLA ആയ ഒരാൾ
അതിനുശേഷം വന്നവരൊക്കെ മന്ത്രിമാരൊക്കെ ആയിട്ടുണ്ട്. അന്ന് പുള്ളി പിന്നെ പാർട്ടി പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് ജനിക്കാത്തവർ പിന്നീട് കേരളത്തിൽ മന്ത്രിമാരായിട്ടുണ്ട്. അതും പത്തനംതിട്ട പോലെയുള്ള ജില്ലയാണ്. അപ്പോൾ പുള്ളിക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടാതാവുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ കാലം അവിടെ പ്രകാശിൻ്റെ ഒരു തേരോട്ടമായിരുന്നു കോന്നിയിൽ. കോന്നി മണ്ഡലത്തിൻ്റെ സ്വഭാവം അതാണല്ലോ. ഇപ്പം ആ ജില്ലയ്ക്കകത്തെ 5 നിയമസഭയും മണ്ഡലങ്ങളും പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുമാണ്. വീണ ജോർജ് മന്ത്രിയായിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് പിന്നെ ചിറ്റയം ഗോപകുമാർ CPI പിന്നെ അടൂരിൽ നിന്നുള്ള ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പം ആ ജില്ലയ്ക്കകത്തുനിന്ന് അങ്ങനെയൊക്കെ വന്ന ആളെ വേറെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ, അല്ലാതെ വേറെ എത്രയോ കോർപ്പറേഷൻ ബോർഡും ഒക്കെ ഉണ്ട്, അതും എല്ലാം കൊടുത്താൽ മതിയായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം ആലോചിച്ച് നോക്കണം. ഈ PSCക്കകത്ത് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നത്, ഇത്രയും PSC അംഗങ്ങളുള്ളത് UPSCക്ക് പോലും ഇല്ല കേട്ടോ, കേരളത്തിലെ പോലെ. അതെന്താ വെച്ചാൽ ഈ PSC ഒരു കച്ചവടമാണല്ലോ. PSC കച്ചവടമാണ്. PSC ഈ ഘടകകക്ഷികൾക്ക് കച്ചവടമാണ്, ചെറുകിട പാർട്ടിക്കാർക്ക്. CPMന് അത് കച്ചവടമാകത്തില്ല. കോൺഗ്രസിനകത്ത് ഓരോരുത്തര നോമിനികളായിരിക്കും വരുന്നത്. CPIക്കും കച്ചവടമല്ലായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം ഇത് കച്ചവടം ചെയ്യുക തന്നെ ചെയ്യുന്നത്. ഇത്ര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങ് ആക്കുന്നത്. അതുകൊണ്ട് കുറേ പേര് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. എത്രയും വലിയ ശമ്പളം, എത്രയും വലിയ പൊസിഷനും, എത്ര പിന്നെ പെൻഷൻ എത്രയാണ് കിട്ടുന്നത്. PSC ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് PSCയുടെ ചെയർമാനായിട്ടും PSCയുടെ അംഗങ്ങളായിട്ടും വരുന്നവർ അവർക്കൊരു പിയൂൺ പോസ്റ്റിലോ LDC ക്ലർക്കായിട്ടോ LD ക്ലർക്കായിട്ടോ പിന്നെ PSC എഴുതി കിട്ടാത്തവരാ. അവരാണ് ഈ PSCയിലെ ആളുകളുടെ ബാക്കിയുള്ള പ്രോസസ്സ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിനൊക്കെ ഏബിളായിട്ടുള്ള ആൾക്കാരെ ഡെപ്യൂട്ടേഷനിൽ എടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പിന്നെ ഇതിനകത്ത് പറ്റിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിയുടെ ഒരു ശരീരഭാഷയിൽ നിന്ന് ഒരു പിന്നെ ആ സംസാരത്തിനകത്തൊരു നേരിൻ്റെ മണമുണ്ട്. അപ്പോൾ പുള്ളി അറിഞ്ഞുകൊണ്ട് നടന്ന പരിപാടിയല്ല. പക്ഷേ പുള്ളി ഇവരെയൊക്കെ അങ്ങ് അഴിച്ചു വിട്ടു, തോന്നിയ പോലെ വെട്ടുപോയി. കാരണം പുള്ളിക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. പുള്ളിയെ കൊണ്ടുപോയി ഉപയോഗിക്കേണ്ടത് അവിടെ അല്ലായിരുന്നു. പുള്ളിയെ പിടിച്ചിട്ട് വല്ല പിന്നെ CI2ൻ്റെ ഏതെങ്കിലും തലപ്പത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിലോ കിട്ടിയിരുന്നെങ്കിൽ സംഘടനാ പ്രവർത്തനം മാത്രമേ അറിയത്തുള്ളൂ. വേറെയുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ട് പിന്നെ ഫുൾ ടൈമറാണ്. സംഘടനാ പ്രവർത്തനം മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഒരു സ്ഥാപനം എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അല്ല അവിടെ ഇടേണ്ടത്. അവിടെയൊക്കെ അതിന് പറ്റുന്ന ആൾക്കാർ, കാരണം പ്രത്യേകിച്ചും കോടികൾ വരുന്ന സ്ഥലമാണ്, അതും വിശ്വാസികളുടേതാണ്. അവിടെയൊക്കെ ഇനിയെങ്കിലും ഏത് സർക്കാർ വന്നാലും ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ തലപ്പത്ത് കൊണ്ടുവരുന്ന ആളുകൾ അത്യാവശ്യം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതും ചീത്തയും രണ്ടും മനസ്സിലാക്കാൻ പറ്റണം. ആരെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള സെൻസും ഉണ്ടാവണം. പിന്നെ ആരെയും അന്ധമായിട്ട് വിശ്വസിച്ച് അങ്ങ് കൈ അയച്ചു വിടാനും പാടില്ല. കാരണം അതല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ പണി. അഡ്മിനിസ്ട്രേറ്റർ അവരെ കൺട്രോൾ ചെയ്ത് ഒരു കമാൻഡിങ് പവറിൽ ലീഡിങ് പേഴ്സണാലിറ്റിയോട് കൂടിയിട്ട് പോകേണ്ടതായിരുന്നു. അവിടെ പത്മകുമാറിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അല്ലാതെ പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് ഈ കടത്ത് നടത്തിയതെന്നും അതിൻ്റെ ഓഹരി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല.